നമസ്കാരം. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം യൂണിവേഴ്സ് തിരിച്ചു തരാനുള്ള സമയമായോ എന്നും നമ്മുടെ പൂർവികന്മാർ നമ്മളെ പൂർണ്ണമായി അനുഗ്രഹിക്കുന്നുണ്ടോ എന്നുമാണ് ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത്. ഞാനിന്ന് 8 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. ആദ്യം നമുക്ക് സ്പ്രെഡിലോട്ട് പോകാം. ബോട്ടം വന്നത് ദ സൺ കാർഡാണ്. 5 ഓഫ് സോർഡ്സ്, ദ ഹെർമിറ്റ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് കപ്സ്, ഏസ് ഓഫ് സോർഡ്സ്, 6 ഓഫ് വാണ്ട്സ്, ദ എംപ്രസ്, 10 ഓഫ് കപ്സ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. നമുക്കിനി വിശദമായ വായനയിലോട്ട് പോകാം. 5 ഓഫ് സോർഡ്സ്, ദ ഹെർമിറ്റ് എന്നീ കാർഡുകൾ നിങ്ങളുടെ പൂർവികരിൽ നിന്നും നൽകുന്ന സന്ദേശം ആഴമേറിയതാണ്. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും പിന്മാറുക. നിങ്ങളുടെ കുടുംബത്തിലോ ചുറ്റുപാടിലോ നിലനിൽക്കുന്ന അനാവശ്യമായ തർക്കങ്ങൾ, മത്സരങ്ങൾ അല്ലെങ്കിൽ ഈഗോ മൂലമുള്ള പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിങ്ങളുടെ പൂർവികർ ആഗ്രഹിക്കുന്നു. ഈ 2 കാർഡുകൾ ചേർന്ന് വരുമ്പോൾ കുടുംബപരമായ പൂർവികർക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും കർമ്മങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാൻ സൂചന നൽകുന്നുണ്ട്. മറ്റുള്ളവരോട് മത്സരിക്കാനോ അവരെ തോൽപ്പിക്കാനോ ശ്രമിക്കാതെ സ്വന്തം ആത്മാവിനെ ശുദ്ധീകരിക്കാനാണ് ഈ കാർഡുകൾ പറയുന്നത്. തർക്കങ്ങൾ ഒഴിവാക്കി ശാന്തനായിരിക്കാനാണ് നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം. പൂർവികന്മാരുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സമാധാനം, അന്തസ്സ്, ആത്മവിശ്വാസം എന്നിവ തീർച്ചയായും തിരികെ ലഭിക്കും. സമ്പത്തോ പണമോ നിങ്ങളത് നേടിയെടുക്കാൻ കാണിക്കുന്ന അമിതമായ ആവേശം കുറയ്ക്കണമെന്നും പകരം വിവേകത്തോടെ പ്രവർത്തിക്കണമെന്നുമാണ് ദ ഹെർമിറ്റ് കാർഡ് ഉപദേശിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ പരീക്ഷിക്കുകയല്ല, മറിച്ച് നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കുകയാണ് ചെയ്യുന്നത്. നഷ്ടപ്പെട്ടതിനേക്കാൾ മികച്ചത് നിങ്ങൾക്ക് നൽകാൻ യൂണിവേഴ്സിന് സാധിക്കും. നഷ്ടപ്പെട്ട ബന്ധങ്ങളോ സാഹചര്യങ്ങളോ നിങ്ങളുടെ വളർച്ചയ്ക്ക് ദോഷകരമായതുകൊണ്ടാണ് അവ നിങ്ങളിൽ നിന്നും മാറ്റപ്പെട്ടത്. അതുകൊണ്ട് എനിക്ക് ഗുണകരമായത് മാത്രം തിരികെ നൽകണമേ എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. 9 ഓഫ് പെൻറ്റക്കിൾസ് ഈ വായനയിൽ വന്നത് വളരെ ശുഭസൂചനയാണ്. ഈ കാർഡ് സാമ്പത്തിക ഭദ്രതയുടെയും ഐശ്വര്യത്തിൻ്റെയും കാർഡാണ്. നഷ്ടപ്പെട്ട പണമോ കരിയറിലെ ഉയർച്ചയോ തകർന്നുപോയ ബിസിനസ്സോ ആണെങ്കിൽ അവ നിങ്ങൾ മുമ്പ് അനുഭവിച്ചതിനേക്കാൾ മികച്ച രീതിയിൽ തിരികെ വരാൻ പോകുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച മാനസിക വിഷമങ്ങളിൽ നിന്ന് മുക്തമായി നിങ്ങൾ വീണ്ടും ശക്തനാകും. ആരുടെയും സഹായമില്ലാതെ തന്നെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയും അന്തസ്സും പ്രപഞ്ചം നിങ്ങൾക്ക് നൽകും. ഇത് നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും ക്ഷമയ്ക്കും പ്രപഞ്ചം നൽകുന്ന പ്രതിഫലമാണ്. 9 ഓഫ് കപ്സ് കാർഡ് പറയുന്നത് നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ്. മനസ്സു നിറഞ്ഞ സന്തോഷത്തോടെ ഇപ്പോൾ ഞാൻ സംതൃപ്തനാണ് എന്ന് നിങ്ങൾ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. നിങ്ങൾ മനസ്സിൽ തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് എന്തു തന്നെയായാലും അത് സഫലമാകാൻ പോകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കണമെന്ന നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചം സ്വീകരിച്ചിരിക്കുന്നു. ഒരു സമ്മാനം പോലെ അത് നിങ്ങളെ തേടി വരും. ഏസ് ഓഫ് സോർഡ്സ് ഇത്രയും കാലം നിങ്ങളെ കുഴപ്പിച്ചിരുന്ന എല്ലാ സംശയങ്ങളും മാറാൻ പോകുന്നു. സത്യം പുറത്തു വരും. അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. നിങ്ങളുടെ മുന്നേറ്റത്തിന് തടസ്സമായി നിന്നിരുന്ന വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ ഭയപ്പെടേണ്ടതില്ല. അവയെ മറികടക്കാനും ഉള്ള ബുദ്ധിശക്തിയും ധൈര്യവും പ്രപഞ്ചം നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞു. നഷ്ടപ്പെട്ടതൊക്കെ ആധികാരികമായി തന്നെ ലഭിക്കാനുള്ള സാധ്യത ഈ കാർഡ് കാണിക്കുന്നുണ്ട്. 6 ഓഫ് വാണ്ട്സ് പറയുന്നത് നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾ രഹസ്യമായിട്ടല്ല തിരിച്ചു പിടിക്കാൻ പോകുന്നത്. എല്ലാവരും കാണുന്ന രീതിയിൽ സൽപ്പേരോടും അംഗീകാരത്തോടും കൂടി തന്നെ ആയിരിക്കും. നിങ്ങളെ കളിയാക്കിയവർക്കോ തളർത്താൻ ശ്രമിച്ചവർക്കോ മുന്നിൽ നിങ്ങൾ തലയുയർത്തി നിൽക്കും. പൂർവികർ നിങ്ങളോട് പറയുന്നത് ഇതാണ്: ഞങ്ങൾ നിൻ്റെ കൂടെയുണ്ട്, നീ വിജയിച്ചു കഴിഞ്ഞു, ഇനി ഭയമില്ലാതെ മുന്നോട്ട് പോകാം. നമുക്ക് മറ്റുള്ളവരുടെ പ്രശംസ നിങ്ങൾ തേടിപ്പോകേണ്ടതില്ല, അത് നിങ്ങളെ തേടി വരും. ദ എംപ്രസ് കാർഡ് വന്നതോടെ മദർ നേച്ചറിൻ്റെ കാർഡാണിത്. നിങ്ങളുടെ കുലദൈവങ്ങളിൽ ദേവി അല്ലെങ്കിൽ മാതാവ്, മാതൃശക്തി എന്നിവരുടെ ശക്തമായ സാന്നിധ്യവും അനുഗ്രഹവും വെളിപ്പെടുത്തുന്ന കാർഡാണിത്. ഈ ശക്തികൾ നിങ്ങളെ ഒരു കുഞ്ഞിനെ എന്ന പോലെ കാത്തുരക്ഷിക്കുന്നു. അവർ നിങ്ങൾക്ക് ചുറ്റും വലിയൊരു സംരക്ഷണ വലയം തീർത്തിട്ടുണ്ട്. ഇനി ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. പ്രപഞ്ചം നിങ്ങൾക്ക് നൽകാൻ കരുതിയിരിക്കുന്നത് നിങ്ങൾ സ്വപ്നം കണ്ടതിനേക്കാൾ വലിയ കാര്യങ്ങളാണ്.
നമ്മുടെ റീഡിങ്ങിലെ അവസാനത്തെ കാർഡ് ടാരറ്റിലെ തന്നെ ഏറ്റവും സന്തോഷകരമായ കാർഡായ 10 ഓഫ് കപ്സ് ആണ്. ഇതിലും മനോഹരമായ ഒരു സമാപ്തി ഈ വായനയ്ക്ക് ലഭിക്കാനില്ല. ദ ഹാപ്പി ഫാമിലി കാർഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് കേവലം പണമോ വസ്തുക്കളോ മാത്രമല്ല, മറിച്ച് കുടുംബത്തിലെ സമാധാനവും സന്തോഷവുമാണെങ്കിൽ അത് പൂർണ്ണമായി വീണ്ടെടുക്കപ്പെടും. അകന്നു പോയവർ അടുത്തു വരികയും കുടുംബത്തിൽ ഐക്യവും സ്നേഹവും നിറയുകയും ചെയ്യും. നിങ്ങൾ സ്നേഹിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്വർഗീയമായ കാലമാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത്. ഇതാണ് ഇന്ന് ലഭിച്ച ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.